വളരെ കുറഞ്ഞ സമയത്തിനകത്താണ് നമുക്ക് ഒരു ബൃഹത്തായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ എല്ലാ ആശയങ്ങളിലേക്കും കൊണ്ടുപോകേണ്ടത്. വേരിറങ്ങിയ വിത്തുകൾ എന്ന ഒരു ആശയം നമ്മൾ സംവദിക്കുമ്പോൾ, വിത്തുകൾ നമുക്കറിയാം ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ മാതൃശിലയിൽ നിന്ന് വേർപെടുമ്പോഴാണ് ഒരു വിത്ത് രൂപപ്പെടുന്നത്. അവിടെ ആ വിത്തിന് യഥാർത്ഥത്തിൽ മരണമല്ല, മറിച്ച് അതിൻ്റെ പുതിയ പ്രയാണത്തിലേക്കുള്ള ഒരു തുടക്കമാണ്, ഒരു യാത്രയുടെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഒരു വിത്ത് വേരറുന്നതോടുകൂടി രൂപപ്പെടുന്നത്. പ്രവാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതൃരാജ്യത്തു നിന്നും വേർപെട്ട് മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പുതിയൊരു ജീവിതം നമ്മളിവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ രൂപത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന പ്രവാസി മലയാളികൾ അവരുടെ സാംസ്കാരികമായ ഉന്നമനത്തിനും ധാർമ്മികമായ ആ കലാ ആവിഷ്കാരങ്ങൾക്കും വേണ്ടിയുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരുമിച്ചിട്ടുള്ളത്. ഈ വിഷയത്തെ നമുക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ISCയുടെ പ്രസിഡന്റ് സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇസ്ലാം RSC സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ എല്ലാ വർഷവും പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സാധിക്കാറുണ്ട്. എടുക്കുന്ന വിഷയങ്ങൾ ഗൗരവകരമായി സമൂഹത്തിനകത്ത് ഏറ്റവും ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള വിഷയങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിനകത്ത് സംവാദം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടന മുന്നോട്ട് വരുന്നതിന് തീർച്ചയായിട്ടും ഞാൻ അതിനെ മുക്തകൊണ്ട് പ്രശംസിക്കുന്നു. ഏതൊരു സാംസ്കാരിക പ്രവർത്തനവും വിപ്ലവാത്മകമായിട്ടുള്ളതൊന്നു തന്നെയാണെന്ന് കരുതുന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ സെന്റർ എന്ന അലൈനിലെ ഏക അംഗീകൃതത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന UAE സർക്കാരിലേക്ക് അംഗീകരിക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അലൈനിലെ ഏക സാംസ്കാരിക കൂട്ടായ്മയാണ്. മലയാളി പ്രവാസവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1900 തുടക്കം മുതൽ തന്നെ മലയാളിയിലേക്കും സിലോണിലേക്കും സിംഗപ്പൂരിലേക്കും പിന്നെ 60കളുടെ അല്ലെങ്കിൽ 70കളുടെ ആദ്യ പകുതിയിലൊക്കെ ഈ മണലാരണ്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഘടിച്ചതിന് ശേഷം ആ പ്രദേശത്തുള്ള വ്യക്തികളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് ഏത് സാംസ്കാരിക കൂട്ടായ്മയുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷെ അടിസ്ഥാനപരമായി മലയാളി ഇത് എവിടെ നിന്ന് ആർജിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന ഇപ്പോൾ വിത്തുകൾ എന്ന് നാട്ടിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവർ ഇത്തരത്തിലുള്ള ആ ഒരു അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പൊ സാഹിത്യോത്സവം തന്നെ നാട്ടിൽ പല സന്ദർഭങ്ങൾ പലപ്പോഴായിട്ട് അത് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പ്രവർത്തിച്ചവരെല്ലാവരും ഇവിടെ വരുന്നു. ഇവിടെയും അതിനു വേണ്ടി തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി മലയാളി എവിടെ നിന്ന് ആർജിച്ചു? സാംസ്കാരികപരമായ പ്രവർത്തനം, സാമൂഹികപരമായ പ്രവർത്തനം, രാഷ്ട്രീയപരമായ പ്രവർത്തനം ഒക്കെ, സംഘടനാപരമായ പ്രവർത്തനമൊക്കെ നാട്ടിൽ നിന്ന് ഇതേ രീതിയിൽ തന്നെ ആർജിച്ച് ഇവിടെ വന്ന് ഇതേ രീതിയിൽ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. അതിനൊരു വേദി ഉണ്ടാക്കുക, പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. റിസാല സ്റ്റഡി സർക്കിൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു വലിയ വിഭാഗം ജനത്തിനെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു തലമുറയെ പ്രതിലോമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഇതിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ ഇത് വളരെയധികം പ്രാധാന്യം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ സോഷ്യൽ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഇന്ത്യൻ സോഷ്യൽ സെന്റർ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ സാംസ്കാരിക സംഘടനകളും റിസാല സ്റ്റഡി സർക്കിളിന്റെ സാഹിത്യോത്സവത്തിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. ഇനിയും ഭാവിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സ്നേഹാഭിവാദനങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഗംഭീരമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സർക്കാർ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് സാഹിത്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും വിദേശ രാജ്യങ്ങളിലെമ്പാടും മലയാളികളോടൊത്തെല്ലാം നടക്കുന്നുണ്ട്.
അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള വശങ്ങൾ എങ്ങനെയാണ് അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്? മലയാളിയുടെ സാംസ്കാരികമായിട്ടുള്ള തലങ്ങളിൽ അതിൻ്റെ ധാർമ്മികത കലയുടെ ഒരു ആവിഷ്കാരം എങ്ങനെയൊക്കെയാണ് നമ്മൾ രൂപപ്പെടുത്തി? കേരളത്തിലെ നിരവധിയായിട്ടുള്ള മധുര ഗാനങ്ങളുടെ രചയിതാവും നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി കൂടിയായിട്ടുള്ള അബു മുഫീദ് താനാളു നമ്മുടെ കൂടെയുണ്ട്, നമ്മോട് സംവദിക്കുന്നു. നേരത്തെ പറഞ്ഞു വെച്ച വിഷയം മലയാളി എങ്ങനെയാണ് ഈ രീതിയിൽ ഒത്തുകൂടുമ്പോൾ കുത്തിയിടുക എന്നൊരു രീതി. മലയാളി അങ്ങനെയാണ്. 4 പേര് ഒത്തുകൂടുമ്പോൾ അവിടെ ഒരു വിത്ത് നടുക എന്നുള്ളത് മലയാളിയുടെ സ്വഭാവം. അതൊരു പക്ഷേ നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ശീലിച്ചതാവാം. അല്ലെങ്കിൽ പ്രയത്നങ്ങൾ ശീലമാക്കിയ നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് കലാ സാംസ്കാരിക കൂട്ടായ്മകൾ വിദേശ രാജ്യങ്ങൾ ധാരാളമുണ്ട്. വിവിധ സമയങ്ങളിൽ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ആഘോഷങ്ങളിൽ ഒത്തുചേരലുകളിൽ അവർക്ക് വ്യത്യസ്തമായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താറുമുണ്ട്. എന്നാൽ സാഹിത്യോത്സവം അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് സമയബന്ധിതമായി എല്ലാ വർഷവും നിശ്ചിത സമയങ്ങളിൽ ഷെഡ്യൂൾ യൂണിറ്റ് തലം മുതൽ, കേരളത്തിലാകുമ്പോൾ യൂണിറ്റ് തലം മുതൽ ദേശീയ തലം വരെ നടത്തുന്നത് പോലെ പ്രവാസികൾ അവർക്ക് സാധ്യമായ രീതിയിൽ സെക്ടറുകളും സോണുകളും നാഷണലും ഒക്കെയായിട്ട് ഇത് നടത്തുന്നു എന്നുള്ളത് മറ്റുള്ള സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒരു രീതിയാണ്. അതിൻ്റെ വിത്ത് കേരളത്തിൽ നിന്ന് തന്നെ അതിൻ്റെ സംഘടന മികവും അതിന്റെ സംഘാടന പാഠവുമൊക്കെ കേരളത്തിൽ നിന്ന് പകർന്നു കിട്ടിയ രീതിയിൽ അവിടുത്തെ പ്രവർത്തകർ തന്നെ, അവിടുത്തെ നേതാക്കളും അവിടെ സജീവമായ രംഗത്തുണ്ടായിരുന്നവരൊക്കെ തന്നെയാണ് ഈ പ്രവാസി സാഹിത്യോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. കലയും സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു സാഹിത്യ മത്സര പരിപാടി അല്ലെങ്കിൽ സാഹിത്യോത്സവം, സാംസ്കാരികോത്സവം നടക്കുമ്പോൾ അതിൽ വിവിധ വിഷയങ്ങൾ മത്സര ഇനങ്ങളായിട്ടും ആസ്വാദന ഇനങ്ങളായിട്ടൊക്കെ വരും. പ്രധാനമായിട്ടും പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, പാട്ടുകൾ ഒക്കെ വരാറുണ്ട്. ഇപ്പോ പാട്ടെന്ന് പറയുന്നത് ചെറിയൊരു സാധനമല്ലാതെ നമ്മളൊക്കെ മനസ്സിലാക്കി നിൽക്കുകയാണ്. വളരെയേറെ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി വന്ന് അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും മറികടന്നുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു പാട്ട് കത്തി നിൽക്കുകയാണ്. പാട്ടിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് പാട്ടിൽ ഒരുപാട് പറയാനുള്ള വിഷയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒന്നാണ് പാട്ട്. ഇത് നേരത്തെ തന്നെ പലപ്പോഴും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിറങ്ങിയ പാട്ടുകൾക്ക് നിരോധനം വന്നിട്ടുണ്ട്. പാട്ടെഴുത്തുകാർക്ക് കേസുണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പാട്ട് അതിനനുസൃതമായ രീതിയിൽ സമരപ്പാട്ടുകളായും പ്രതിഷേധ പാട്ടുകളായും സങ്കടപ്പാട്ടുകളായും ഒക്കെ വന്നിട്ടുണ്ട്. ഓരോ വിഷയത്തിലും പാട്ടുകൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോ പാട്ടെന്ന് പറയുന്ന ഒരു ശാഖ, മാപ്പിളപ്പാട്ടാണെങ്കിലും മധുഹ് ഗാനങ്ങളാണെങ്കിലും, ഇനി പ്രവാസികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികരായ പ്രവാസികളെ ഉറക്കം കെടുത്തിയ ഒരു പാട്ടാണ് കത്തുപാട്ടെന്ന് പറയുന്നത്. നിരവധി പ്രവാസികളെ പ്രവാസത്തിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാൻ പ്രേരിപ്പിച്ച എസ് എ ജമീലിന്റെ പാട്ടുകളൊക്കെ വളരെ പ്രശസ്തമാണ്. ആ രീതിയിൽ ഓരോ കലാരൂപങ്ങൾക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. അതിന്റെ ധർമ്മം തിരിച്ചറിയുകയും അത് ധാർമ്മികതയിൽ അധിഷ്ഠിതമായിരിക്കുകയും ചെയ്യുക എന്നതാണ് സാഹിത്യോത്സവ് നമുക്ക് നൽകുന്നത്. പ്രവാസി സാഹിത്യോത്സവ് വർഷങ്ങളായിക്കൊണ്ട് സംഘടന RSC ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും അത് തന്നെയാണ്. ദീർഘമായി സംസാരിക്കേണ്ട സമയമല്ലാത്തത് കൊണ്ട് ഞാൻ മൈക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബിനാൻ എഴുത്തുകാരനും പ്രമുഖ കോളനിസ്റ്റുമായിട്ടുള്ള മുഹമ്മദ് അലി കിനാലൂർ സാർ നമ്മോട് സംവദിക്കുന്നു. ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. കേരളം എന്ന് പറയുന്നത് ധാരാളം കുടിയേറ്റക്കാരുള്ള നാടാണ്. അവിടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കുടിയേറ്റക്കാരുണ്ടാവും. ഞാൻ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്ന് ആ നാട്ടിലെ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവിടെ ജീവിതം ഉറപ്പിച്ച ആളുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ആളുകളെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയും. ആ കുടിയേറ്റങ്ങളുടെ വിപുലമായ രൂപം പിന്നീട്
മറ്റു പല നാടുകളിലേക്കും മലയാളികൾ കുടിയേറുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നമ്മൾ ആദ്യം എവിടേക്കാണ് ഈ കുടിയേറ്റം നടത്തിയത് എന്നതിനെ കുറിച്ച് ഇനിയും ചരിത്രപരമായി വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. മുമ്പ് സിംഗപ്പൂരിലേക്കായിരുന്നു കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ പോയിരുന്നത്. പുനത്തിൽ കുഞ്ഞത്തുള്ളയുടെയൊക്കെ എഴുത്തുകളിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. അതേപോലെ ശ്രീലങ്കയിലേക്ക്, സിലോണിലേക്ക് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്ന് പോകാറുണ്ടായിരുന്നു. MTയുടെയൊക്കെ നോവലുകളിലും കഥകളിലൊക്കെ അത്തരം ചില കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. പിന്നീടാണ് നമ്മൾ ഈ അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങിയത്. അതിനിടയിൽ തന്നെ ചില കുടിയേറ്റങ്ങൾ കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഡൽഹി ഒരു കാലത്ത് ധാരാളം മലയാളികൾ ചെന്ന് ചേർന്ന ഒരു ഇടമായിരുന്നു. മുകുന്ദന്റെയൊക്കെ നോവലുകൾ, കഥകൾ വായിച്ച ആളുകൾക്ക് അറിയാൻ കഴിയും. ധാരാളം മലയാളികൾ വന്നു ചേർന്ന ഒരിടമായിരുന്നു ഡൽഹി. അതേപോലെ കേരളത്തിൽ നിന്ന് ആളുകൾ ബോംബെയിലേക്ക് ധാരാളമായി പോയിരുന്നു. അവിടെ പോയി ഹോട്ടലുകളിൽ പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ജോലിയെടുത്ത് അവിടെ ജീവിതം കരുപിടിപ്പിച്ചു. കുറെ ആളുകൾ കേരളത്തിൽ നിന്ന് മദിരാശിയിലേക്ക് പോയിരുന്നു. ഇങ്ങനെ പല നാടുകളിലേക്ക് ഇങ്ങനെ കുടിയേറി പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്, രാജ്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒരു കുടിയേറ്റം എന്ന അർത്ഥത്തിൽ അതിനൊരു വൈപുല്യം കൈവരുന്നത് മലയാളികൾ 1960കളിലായിരിക്കണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നതോടു കൂടിയാണ്. നമ്മൾ കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റത്തിന് മുമ്പും, രണ്ടാമത്തത് കുടിയേറ്റത്തിന് ശേഷവും എന്നുള്ളതാണ്. അത് രണ്ടും രണ്ടായി തന്നെ വായിക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയത് സത്യത്തിൽ മലയാളികളുടെ ഗൾഫ് കുടിയേറ്റമാണ്. അതില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറിച്ച്, ആരോഗ്യ മേഖലയെ കുറിച്ച് ഇങ്ങനെ പലതരം മേന്മകൾ പറയുന്നുണ്ട്. ആ മേന്മകളിലൊക്കെ പ്രവാസികളുടെ കയ്യൊപ്പുണ്ട്. എവിടെ നോക്കിയാലും നിങ്ങളുടെ നാട്ടിൽ ഉയർന്നു വന്ന മികച്ചൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോലും അവിടെ പ്രവാസിയുടെ കയ്യൊപ്പുണ്ടാകും. ഇനി നിങ്ങളുടെ നാട്ടിലെ സ്കൂളിലാവട്ടെ, മത സ്ഥാപനങ്ങളിലാവട്ടെ, വിദ്യാഭ്യാസ സമുച്ചയങ്ങളിലാവട്ടെ, ചാരിറ്റി മേഖലയിലുള്ള സ്ഥാപനങ്ങളിലാവട്ടെ, അവിടെ എല്ലായിടത്തും പ്രവാസികളുടെ കയ്യൊപ്പുണ്ട്. പ്രവാസികൾ കൈവെക്കാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാവുന്ന വിധത്തിൽ അത്ര വിപുലമായാണ് കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ സ്വന്തം നാട്ടിൽ ഇടപെട്ടിട്ടുള്ളത്. ഇതൊരു വലിയ സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. നമ്മൾ ഈ പ്രവാസത്തെ കേവലം ജോലി നേടാനുള്ള അല്ലെങ്കിൽ പണം നേടാനുള്ള ഒരു വഴിയാണ് എന്ന രീതിയിലാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. പക്ഷെ പ്രവാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി വലിയൊരു സാമൂഹിക പ്രവർത്തനമാണ്. സാമൂഹിക പ്രവർത്തനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനവും കൂടിയാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ പോലും പ്രവാസികൾ ഇടപെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അവിടെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഗൾഫിലേക്ക് വരേണ്ടി വരുന്നത്? നിങ്ങൾ ഗൾഫിലുള്ള ആളുകൾ എല്ലാവരും കൂടി നാട്ടിൽ വന്ന് വോട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ കൂടിയാണ് അത് അവിടെ വോട്ടായി മാറുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അഥവാ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ, മതമേഖലയിൽ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. മദ്രസ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇടപെടലുകൾ കാണാൻ കഴിയും. അങ്ങനെ ഇടപെട്ട ഒരു വിഭാഗമാണ് ഗൾഫ് പ്രവാസികൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സാംസ്കാരികമായ അടയാളപ്പെടുത്തൽ പരിശോധിച്ച് നോക്കൂ. നേരത്തെ എസ് ജമീലിന്റെ കത്തുപാട്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. കത്തുപാട്ടിന് മറുപടി പാട്ടുണ്ടാകുന്നു, വേറെയും ധാരാളം പാട്ടുകൾ ഉണ്ടാവുന്നു. ഇവിടെ നമ്മുടെ പാട്ടുശാഖയെ, മാപ്പിളപ്പാട്ട് ശാഖയെ പോലും സമ്പന്നമാക്കി എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട് ഗൾഫിനെ, പ്രവാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അങ്ങനെ പലതരത്തിലുള്ള സാംസ്കാരികമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് തനതായ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് എഴുത്തുകാരുണ്ടായിരുന്നു, ഇവിടെയുള്ള ആളുകളുടെ ജീവിതം ആവിഷ്കരിക്കപ്പെടുന്നു, ഇപ്പോഴും അത് വായിക്കപ്പെടുന്നു. നമ്മൾക്ക് ഒരുപക്ഷെ ആഘോഷിക്കപ്പെട്ട ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽപ്പറേ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ പോലെ ആഘോഷിക്കപ്പെട്ട ഒരു നോവൽ ഉണ്ടാകില്ല. പക്ഷെ ആടുജീവിതം അല്ല, അതിനപ്പുറത്തും ധാരാളം എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെടുകയും ഇപ്പോഴും വായിക്കപ്പെടുകയും ചെയ്യുന്ന കൃതികൾ ധാരാളം ഉണ്ടാകുന്നു. ഇവിടെയുള്ള ആളുകൾ ഏറ്റവും മികച്ച ഒരു വായനാ സമൂഹം കൂടിയായി മാറുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അടയാളപ്പെടലാണത്.
നമ്മുടെ ഷാർജയിൽ പുസ്തകോത്സവം നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് കെട്ടുകണക്കിന് പുസ്തകവുമായി പ്രസാധകന് വരുന്നത് ആരെ പ്രതീക്ഷിച്ചാണ്? ഇവിടെയുള്ള വായനാ സമൂഹത്തെ പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത്. ഇവിടെ നല്ല വായനക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രസാധകന് വരുന്നു. വിവിധ ഭാഷകളിലുള്ള രചനകൾ ഇവിടെ പ്രകാശിതമാകുന്നു. ആ രചനകൾ ചർച്ച ചെയ്യപ്പെടുന്നു, വായിക്കപ്പെടുന്നു, വാങ്ങുന്നു. ഇങ്ങനെ ഒരു വിപുലമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം നമുക്കിടയിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഈ സംസ്കാരം എന്നതിനെ തന്നെ നമ്മളൊരു മൂല്യബോധവുമായി ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ മൂല്യബോധവും ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന വിഭാഗം പ്രവാസികളാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ മറ്റേതെങ്കിലും ആളുകളെ ചെറുതാക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ആവശ്യം ഏതുമാവട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വരുന്ന ഒരു മനുഷ്യനെ വെറും കയ്യുമായി ഈ നാട്ടിലുള്ള പ്രവാസികൾ തിരിച്ചയക്കാറില്ല. എന്തെങ്കിലും കൊടുക്കുക എന്നത് ഒരു ശീലമായി കഴിഞ്ഞു. എത്ര തവണ കൊടുത്താലും പിന്നെയും പിന്നെയും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ ഇവിടേക്ക്, ഈ നാട്ടിലേക്ക് പ്രതീക്ഷയോടുകൂടി വരുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ വീട് മാത്രമായിരിക്കും നോക്കുന്നത്. നാട്ടിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ പോലുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട് മാത്രമാണ് നോക്കുന്നത്. പ്രവാസികൾ ഒരാളുടെ വീടല്ല, അനേകം വീടുകളിൽ തീ പോയിക്കുന്നുണ്ട്. അവിടെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തെ തന്നെ അല്ലെങ്കിൽ ഒരു നാടിനെ ഒന്നാകെ രക്ഷിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മുടെ നാടിനെ നിർമ്മിച്ച, അതിനെ ചിറകുകൾ നൽകിയ, സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വിഭാഗം പ്രവാസികളാണ്. ഇപ്പോ ഈ പിന്നോക്കാവസ്ഥയെ കുറിച്ച് ധാരാളം പഠനങ്ങൾ, കേരളത്തിലെ മുസ്ലിം പിന്നോക്കാവസ്ഥയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പിന്നോക്കാവസ്ഥയെ പോലും മറികടന്നത് ഏത് ബലത്തിലാണ്? ഗൾഫ് പണത്തിന്റെ ബലത്തിലാണ്. ഒരു കാലത്ത് ഇങ്ങനെ പറയായിരുന്നു, ഡിഗ്രി ഹോൾഡേഴ്സിനെ പോലും കിട്ടാനില്ലല്ലോ എന്ന് പറയുന്നിടത്ത് നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് സ്വപ്നം കാണാനും പഠിക്കാനും നേടിയെടുക്കാനും വലിയ വലിയ തസ്തികകളിൽ എത്തിപ്പെടാനും അവസരമൊരുക്കിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ പുനർനിർവചിക്കുകയും ആ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഞാൻ സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പറയുന്ന സമയത്ത് പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മുന്നോട്ട് പോയി എന്ന് വിലയിരുത്താറുണ്ട്. ഞാൻ ആ വിലയിരുത്തലിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം, അപ്പുറത്ത് മികച്ചൊരു സ്വകാര്യ സ്കൂൾ ഉയർന്നു വന്നപ്പോഴാണ് ഇപ്പുറത്ത് സ്കൂൾ ഇങ്ങനെ ആയെങ്കിലേ മത്സരിക്കാൻ കഴിയുന്ന നില വന്നപ്പോഴാണ് നമുക്ക് അതേക്കുറിച്ച് ആലോചനകൾ ഉണ്ടായത്. നിങ്ങൾ ഞാനും പഠിച്ച സ്കൂളല്ല പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത്. മികച്ച അന്തരീക്ഷം ഉണ്ടായി വന്നു. അത് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ആരാണ്? അപ്പുറത്ത് പ്രവാസിയായ ആരോ അല്ലെങ്കിൽ കുറെ ആളുകൾ അപ്പുറത്തൊരു മതസംഘടനയുടെ കീഴിലോ ഏതെങ്കിലും സംഘടനയുടെ കീഴിലോ ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിനോട് മത്സരിക്കാൻ ഇപ്പുറത്തുള്ളത് പ്രാപ്തമാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു, ജനങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇങ്ങനെ സർക്കാരിനെ തന്നെ ചലിപ്പിക്കുന്ന ഒരു സംവിധാനമായി മലയാളിയുടെ പ്രവാസ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ വിത്തുകൾ മുളച്ച് അവിടെ വെറുമൊരു ചെടിയായി വളരുകയല്ല. ഒരു വിത്തെറിഞ്ഞിട്ട് ആ പ്രദേശത്തുകാർക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു ചെടിയായല്ല, ഒരു നാടിനെ ഈ നിങ്ങൾ എറിയുന്ന വിത്ത് അല്ലെങ്കിലാണ്, പക്ഷെ അത് ഗുണം ചെയ്യുന്നത് കേരളത്തിലാണ്. നിങ്ങളുടെ വീട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്, പക്ഷെ അതിന്റെ ഗുണഭോക്താക്കളായി തീരുന്നത് നിങ്ങൾ അറിയുന്ന അനേകം മനുഷ്യരാണ്, അറിയാത്തവരുമായ അനേകം മനുഷ്യരാണ്. ആ അർത്ഥത്തിൽ വളരെ വിപുലമായ ഒരു തലത്തിൽ വായിക്കപ്പെടേണ്ട ജീവിതമാണ് മലയാളികളുടെ പ്രവാസ ജീവിതം എന്ന് മനസ്സിലാക്കുന്നു. ദുബൈയിലെ ഒരു കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റും യൂറോപ്പും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് വരെ പടർന്ന് ഇന്ന് 24 രാജ്യങ്ങളിലേക്ക് റിസാല സ്റ്റഡി സർക്കിൾ പടർന്നിട്ടുണ്ട്. പ്രവാസത്തിൻ്റെ സാംസ്കാരിക യൗവനം എങ്ങനെയാണ് ഈ സാംസ്കാരിക ബോധ്യത്തെ അടയാളപ്പെടുത്തുന്നതെന്ന് RCUA നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം വാസ്തുക്കലി നമ്മോട് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്തരീക്ഷത്തിന്റെ ഒരു കുളിര് ഇവിടെയുള്ള ആളുകളുടെ ബോഡി ലാംഗ്വേജിൽ കാണുന്നില്ല. കാരണം മുമ്പ് നടന്ന ചർച്ചകളുടെ ചൂടാണ് അതിന്റെ കാരണം. ഒരു സമൂഹത്തിന്റെ ആത്മാവ് കലയും സാഹിത്യവുമാണ് എന്നുള്ളതാണ് എനിക്ക് മുമ്പുള്ള സംവാദകരൊക്കെ പറഞ്ഞു വെച്ചത്. വേരിറങ്ങിയ വിത്തുകൾ എന്ന പ്രമേയം, ഈ വിത്തുകൾ മണ്ണിൽ കിടക്കുമ്പോൾ ആ വിത്തുകളിൽ നിന്ന് നിർഗളിക്കുന്ന വേരുകൾ
അതൊരിക്കലും ആ വിത്തിനുള്ളൊരു ബന്ധനം അല്ല. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഒരു വിശ്വാസിയെ ഒരു ചെടിയോട്, ഒരു വലിയ ഷജർ, ഒരു മരത്തോട് ഉപമിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും പണ്ട് ഓരോ വിത്തുകളായിരുന്നു എന്നുള്ളത് ഞാനൊന്ന് അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞൊക്കെയാണ് തുടക്കത്തിൽ. അതിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് എന്റെ വരുന്ന സംസാരത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇന്നിവിടെ നമ്മൾ കാണുന്ന ഓരോ വിദ്യാർത്ഥികൾ, അവർ സത്യത്തില് ഒരു വിത്തിനോട് നമുക്ക് ഉപമിച്ച് നോക്കിയാൽ അവരുടെ കാലുകൾ അല്ലെങ്കിൽ ആ വിത്തുകളുടെ വേരുകൾ അവരെ ബന്ധനത്തിലാക്കുകയല്ല ചെയ്യുന്നത്. ആ വേരുകൾ ഈ മണ്ണിനടിയിൽ എവിടെയൊക്കെയാണോ പോഷകങ്ങൾ ഉള്ളത്, എവിടെയൊക്കെയാണോ അനുവദനീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിത്തിന്റെ, ആ മരത്തിന്റെ ആരോഗ്യത്തിന് അനുകൂലമായിട്ടുള്ള വളങ്ങളും പോഷകങ്ങളും എവിടേക്കാണ് ഉള്ളത്, അവിടങ്ങളിലേക്കൊക്കെ പടർന്നു പന്തലിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം അതിനുണ്ട്. അതായത് ധാർമ്മികമായ ഏതൊക്കെ മൂല്യങ്ങളാണോ ആവാഹിക്കേണ്ടത്, ആ മൂല്യങ്ങളൊക്കെ ആവാഹിച്ചുകൊണ്ട് ആ വിത്ത്, നമ്മൾ പിന്നെ ബയോളജിയിൽ പഠിക്കുന്നുണ്ടാവും ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോർമോണുകളുണ്ട്. അങ്ങനെ ആ വിത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ നിന്നൊക്കെ സാംശീകരിച്ച് ആ വിത്ത് ഒരു മരമായി വളരുകയാണ്. ആ മരത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ. ഒരു സ്ഥലത്ത് നോക്കുമ്പോ പ്രസംഗം എന്ന കലയിലൂടെ ഈ സമൂഹത്തെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ അല്ലെങ്കിൽ വൃത്തികേടുകൾക്കെതിരെ പൊരുതുന്ന ഒരു കാഴ്ച. മറ്റൊരു ഭാഗത്തോട്ട് നോക്കിയാൽ മറ്റൊരു കളറിലുള്ള മനോഹരമായ പാട്ടിലൂടെ സമൂഹത്തെ തിരുത്തുന്ന അല്ലെങ്കിൽ സ്വന്തത്തെ തിരുത്തുന്ന കാഴ്ച നമുക്ക് കാണുന്നു. മറ്റൊരു ഭാഗത്തോട്ട് ആ വിത്തിൽ നിന്ന് ഉണ്ടായ മരത്തിന്റെ മറ്റൊരു ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവിടെ എഴുത്തിലൂടെ, പേനയിൽ നിന്ന് എറുകളിക്കുന്ന മഷിയിലൂടെ അവിടെ വിപ്ലവം അല്ലെങ്കിൽ അവിടെ പിന്നെ പുതുമകളെ കൊണ്ടുവരുന്നു, ആസ്വാദനങ്ങളെ കൊണ്ടുവരുന്നു, നമ്മളെ ഈ സമൂഹത്തെ സക്രിയമായി നിലനിർത്തുന്നു. നിഷ്ക്രിയതയാണ് ഒരു സമൂഹത്തിന്റെ ശാപം എന്നുള്ളത്. ആ ശാപത്തെ മാറ്റി സക്രിയതയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ വിത്തിന്, ഈ നമ്മുടെ പിന്നെ ഓരോ മത്സരങ്ങൾക്കും സാധിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നത് നമുക്കൊരു പുതുമയല്ലായിരിക്കാം, പക്ഷേ ആ കുട്ടിയിൽ അതൊരു പരിവർത്തനം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഒരു വിത്താണ്. ആ വിത്ത് പഠനത്തിന് ശേഷം ഏതെല്ലോ സ്ഥലത്തോടെ, ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഒരു വിത്തുകളായിരുന്നു. ആ വിത്തുകൾ പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട്, ഞാനൊരു പിന്നെ ഏതൊക്കെ മൂല്യങ്ങളാണോ ആവാഹിക്കേണ്ടത്, ആ മൂല്യങ്ങളൊക്കെ ആവാഹിച്ചുകൊണ്ട് ആ വിത്ത്, നമ്മൾ പിന്നെ ബയോളജിയിൽ പഠിക്കുന്നുണ്ടാവും ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോർമോണുകളുണ്ട്. അങ്ങനെ ആ വിത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള മൂല്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ നിന്നൊക്കെ സാംശീകരിച്ച് ആ വിത്ത് ഒരു മരമായി വളരുകയാണ്. ആ മരത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ. ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ പ്രസംഗം എന്ന കലയിലൂടെ ഈ സമൂഹത്തെ തിരുത്തിക്കൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തിന്റെ അനീതികൾക്കെതിരെ അല്ലെങ്കിൽ വൃത്തികേടുകൾക്കെതിരെ പൊരുതുന്ന ഒരു കാഴ്ച. മറ്റൊരു ഭാഗത്തോട്ട് നോക്കിയാൽ മറ്റൊരു കളറിലുള്ള മനോഹരമായ പാട്ടിലൂടെ സമൂഹത്തെ തിരുത്തുന്ന അല്ലെങ്കിൽ സ്വന്തത്തെ തിരുത്തുന്ന കാഴ്ച നമുക്ക് കാണുന്നു. മറ്റൊരു ഭാഗത്തോട്ട് ആ വിത്തിൽ നിന്ന് ഉണ്ടായ മരത്തിന്റെ മറ്റൊരു ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവിടെ എഴുത്തിലൂടെ, പേനയിൽ നിന്ന് എറുകളിക്കുന്ന മഷിയിലൂടെ അവിടെ വിപ്ലവം അല്ലെങ്കിൽ അവിടെ പിന്നെ പുതുമകളെ കൊണ്ടുവരുന്നു, ആസ്വാദനങ്ങളെ കൊണ്ടുവരുന്നു, നമ്മളെ ഈ സമൂഹത്തെ സക്രിയമായി നിലനിർത്തുന്നു. നിഷ്ക്രിയതയാണ് ഒരു സമൂഹത്തിന്റെ ശാപം എന്നുള്ളത്. ആ ശാപത്തെ മാറ്റി സക്രിയതയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ വിത്തിന്, ഈ നമ്മുടെ പിന്നെ ഓരോ മത്സരങ്ങൾക്കും സാധിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നത് നമുക്കൊരു പുതുമയല്ലായിരിക്കാം, പക്ഷേ ആ കുട്ടിയിൽ അതൊരു പരിവർത്തനം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഒരു വിത്താണ്. ആ വിത്ത് പഠനത്തിന് ശേഷം ഏതെല്ലോ സ്ഥലത്തോടെ, ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഒരു വിത്തുകളായിരുന്നു.
ആ വിത്തുകൾ പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാനൊരു പിന്നെ രസത്തിന് വേണ്ടി പറയാം, സാഹിത്യോത്സവിനെ വലിയൊരു മരത്തോട് ഉപമിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷന്റെ സമയത്ത് ഈ മരങ്ങൾ പുഷ്പിക്കുകയാണ്. യൂണിറ്റ് സാഹിത്യോത്സവം കഴിയുമ്പോൾ അതിൽ കായ ഉണ്ടാവും. ഒരു കുട്ടി യൂണിറ്റ് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടി ഒരു കായായി മാറും. സെക്ടർ സോണിലൊക്കെ എത്തുമ്പോൾ ആ കുട്ടി ആ കായ ഒരു പഴമായി മാറും. അങ്ങനെ 2-3 സാഹിത്യോത്സവം കഴിയുമ്പോൾ നല്ല പഴമായിട്ട് ഫലമായിട്ട് മാറാണ്. അങ്ങനെ 1-2 സാഹിത്യോത്സവം കഴിയുമ്പോൾ ആ ഫലം എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്നു. ആ താഴെ വീഴുന്നത് പിന്നെ ഇതിനു വേണ്ടിയിട്ടല്ല, അവിടെ വീണടിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ടല്ല. ആ താഴെ വീഴുന്നത് അത് അടുത്തൊരു മരമായി പുനർജനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ താഴെ വീഴുന്ന പഴം പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവേദനങ്ങളിലൂടെ, വെള്ളത്തിലൂടെ അല്ലെങ്കിൽ പല പല നാടുകളിൽ എത്തിച്ചേരുന്നു. ഈ ഫലം എവിടെയാണ് എത്തിച്ചേരുന്നത് അവിടെ പുതിയൊരു മരമായി മാറും, അവിടെ പുതിയൊരു സംഘാടകനായി മാറും. അങ്ങനെ ഈ വിത്തുകൾ ഒരുപാട് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ വിത്തുകൾ അടുത്ത ഒരു ജനറേഷന്റെ പിന്നെ വലിയ ഫലവൃക്ഷങ്ങളായി മാറുന്നു. അതിൽ നിന്ന് പിന്നെയും വിത്തുകൾ ഉണ്ടാകുന്നു. ആ വിത്തുകൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പല രീതിയിൽ മാറ്റപ്പെടുന്നു. അവിടങ്ങളിലൊക്കെ ഈ വൃക്ഷങ്ങൾ വീണ്ടും പുനർജനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമൂഹത്തിന്റെ ആത്മാവായിട്ടുള്ള കലയും സാഹിത്യവും വിശുദ്ധമായി തന്നെ നിലനിർത്തുന്ന ഈ പ്രക്രിയ ലോകത്തെമ്പാടും അനുസ്യൂതം സാഹിത്യോത്സവത്തിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇതാണ് ഈ സാഹിത്യോത്സവിന് ഊന്നിയ വേരാഴങ്ങൾ എന്ന വിഷയത്തിൽ സംവേദിക്കാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. വിഖ്യാതനായ നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിലെ ഒരു ചെറിയ കഥ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു യുവാവ് ഒരു മഹാജ്ഞാനിയായ ഒരാളുടെ അടുത്ത് ചെല്ലുകയും അദ്ദേഹം ഈ യുവാവിനോട് ആ കൊട്ടാരം മുഴുവൻ കണ്ടുവരാൻ പറയുകയും ഒപ്പം സ്പൂണിലൊരു 2 തുള്ളി എണ്ണ കൊടുത്ത് ഈ എണ്ണ നഷ്ടപ്പെടാതെ കാഴ്ചകൾ കാണാൻ പറയുന്ന സമയത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ആ യുവാവിനോട് കൊട്ടാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ യുവാവ് കൊട്ടാരത്തിലുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല. പകരം ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണ തൂയി പോകുമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും കാണാൻ പോകുമ്പോൾ പറഞ്ഞു യുവാവ് കാഴ്ചകൾ മുഴുവൻ കണ്ട് തിരിച്ചു വന്നപ്പോ സ്പൂണിൽ ഒരു തുള്ളി എണ്ണ പോലും ബാക്കിയുണ്ടായിരുന്നില്ല. നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ച് ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വിത്ത് വിതറി പുതിയ ഫലവൃക്ഷങ്ങളായി തണൽ നൽകി ജീവിക്കുമ്പോഴും നമുക്ക് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരവും എന്ന ആ എണ്ണ നമ്മുടെ സ്പൂണിൽ ബാക്കിയാവുകയും ലോകത്തുള്ള മുഴുവനും ആസ്വദിക്കുകയും അതിനൊത്ത് നീങ്ങുകയും ചെയ്യുമ്പോൾ പോലും നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളും വിത്ത് പുതിയ ഒരു വേരാതെ പുതിയ വേരുകൾക്കുള്ള ഒരു വേരാഴം ഉണ്ടാക്കുന്നത് ആണ് എന്ന് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അബ്ബാസിഫ സംവദിക്കുന്നു. സാഹിത്യോത്സവത്തിന്റെ 15ാം എഡിഷൻ വേരിറങ്ങിയ വിത്തുകൾ എന്ന ശ്രദ്ധേയമായ പ്രമേയത്തിൽ ഇവയിലുടനീളം പ്രകടമാകുന്ന സമയത്ത് അല്ലയിൽ കലാലയം സാംസ്കാരിക വേദിയുടെ ഈ ധന്യമായ സായാഹ്നം സാഹിത്യോത്സവിന്റെ കലയും സാഹിത്യവും പെയ്തിറങ്ങിയ വിരാർന്ന ഈ സായാഹ്നത്തിൽ ഏറെ വൈകിയ വേളയിൽ പ്രൗഢമായ സദസ്സിനോട് സംബന്ധിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായാൽ പ്രത്യേകിച്ച് കിണറും ആശുമാറ്റൊക്കെ സൂചിപ്പിച്ചൊരു വിഷയം പ്രവാസത്തിന്റെ 3ാം തലമുറയാണ് നമ്മൾ. അതിജീവനത്തിന് വേണ്ടി വന്ന ആദ്യ തലമുറയുടെ 60-70കൾ കടന്ന് പിന്നീട് പ്രൊഫഷണൽ രംഗത്തേക്ക് കടന്നു വന്നവരെയും കടന്ന് ഇന്ന് വ്യാജ റിക്രൂട്ട്മെന്റുകളുടെയും അതേപോലെയുള്ള ചൂഷണങ്ങളുടെയും തിക്ത ഫലങ്ങൾ ഏറെ അനുഭവിക്കുന്ന ഒരു ബാല്യകൗമാര യൗവനങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഇനി വളർന്നു വരുന്നത്. അവരിൽ നിന്ന് ഇപ്പോ ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെ സാഹിത്യോത്സവത്തിന്റെ കഴിഞ്ഞ വാരം നടന്ന ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ നിന്ന് വന്ന ചില സൃഷ്ടികൾ, അതും ഈ മറുപടിയിലും വരാതെ ഈ മക്കളെയൊക്കെ നമ്മുടെ മുമ്പിൽ പ്രതിഭകളാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഉമ്മമാരുൾപ്പെടെയുള്ള പ്രതിഭകൾ എഴുതിയ പ്രബന്ധങ്ങളിലെ ചില രചനകൾ, സൈബർ ബുള്ളിങ്ങുകൾ, അതേപോലെ ഈ മക്കളെ അടിമപ്പെടുന്ന ലഹരിയുടെ ചൂഷണങ്ങളിലേക്ക് സൂചന നൽകി രക്ഷപ്പെടുത്തുന്ന മക്കളെ എങ്ങനെ വളർത്തണമെന്നതിലേക്കുള്ള
സൂചകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രബന്ധങ്ങൾ, അങ്ങനെ ഓരോ സൃഷ്ടികളെ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ വേദികളിൽ നമ്മളെയൊക്കെ കവച്ചു വെക്കുന്ന പ്രതിഭകളാണ് ഇവരെ ഒരുക്കുന്ന, ഈ ചെറിയ മക്കളെ ഒരുക്കുന്ന ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നുകൂടി ശ്രദ്ധേയമായി മനസ്സിലാക്കിയ ഒരു സാഹിത്യോത്സവം കൂടിയാണ് ഇത്തവണ. അതുകൊണ്ടൊക്കെ പറയുന്നത്, നമ്മൾ ഈ വേരാഴങ്ങളിൽ ഇരിക്കുന്ന ഈ തണൽ മരങ്ങൾക്ക് ചുവട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഈ തണൽ ഇനിയും പടരാനാകും. അതിനുള്ള കരുത്തും കാതലുമാണ് ISC പോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നത്. എല്ലാ പിന്തുണയും സന്തോഷവും തരുന്ന റസൽ സാറിനെ പോലെയുള്ള കലാസാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രതിഭകൾക്ക് എല്ലാ വളവും വെച്ച് തരുന്നവർക്ക് എല്ലാ സന്തോഷവും അറിയിച്ച് ഈ പ്രോഗ്രാമിന് സമാപ്തി കുറിക്കുന്നു.